കെ കേളപ്പനെക്കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് കെ കേളപ്പനാണ്. കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവായതും കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പനാണ്. 1914 സ്ഥാപിതമായ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻറ്റും കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് സമരസമിതി സെക്രട്ടറിയായിരുന്നത് കെ കേളപ്പൻ. 1929 മാതൃഭൂമി പത്രാധിപരായ സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതും കെ കേളപ്പൻ തന്നെയാണ്. ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സാരഥി കെ കേളപ്പൻ. തിരുവിതാംകൂർ രാജാവിനെ തിരുക്കൊച്ചിയുടെ രാജ്യപ്രമുഖനാക്കിയതിൽ പ്രതിഷേധിച്ച് ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്നതും കെ കേളപ്പനാണ്. പത്മശ്രീ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ. കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പനാണ്. അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിലെ ഉപവാസ സമരം നയിച്ചത് കെ കേളപ്പൻ. കെ കേളപ്പൻ തവനൂരിൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നത് കെ കേളപ്പനാണ്. സ്വാമി ആനന്ദ തീർത്ഥനുമായി ചേർന്ന് മലബാറിലെ തീണ്ടൽ ജാതിക്കാരുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയത് കെ കേളപ്പനാണ്. 1959 തിരുനാവായ ഉപവാസ സമരം നടത്തിയത് കെ കേളപ്പൻ. ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ 1948 തൃശ്ശൂർ, 1949 ആലുവ സമ്മേളനങ്ങളിൽ അധ്യക്ഷനായി മാറിയതും കെ കേളപ്പനാണ്. 1968 മലപ്പുറം ജില്ല രൂപവൽക്കരണത്തിനെതിരെ സമരം നടത്തിയത് കെ കേളപ്പനാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ.